നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്ര വാളകം ബ്രാഞ്ച് കനാലിൽ വെള്ളമെത്താത്തതിൽ ജനപ്രതിനിധികൾ പെരിയാർ വാലി ഓഫീസിലെത്തി എഞ്ചിനീയർ ഉപരോധിച്ചു. വേനൽക്കാലത്ത് കനാലിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് പമ്പ് ഹൗസുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. പായിപ്ര വാളകം ബ്രാഞ്ച് കനാലിൽ വെള്ളമെത്താത്തതിനെ തുടർന്ന് പായിപ്ര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിനയൻ, 21-ാം വാർഡ് മെമ്പർ സുകന്യ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പെരുമ്പാവൂർ പട്ടാൽ പെരിയാർ വാലി ഓഫീസിൽ എഞ്ചിനീയറെ ഉപരോധിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ കനാലിൽ വെള്ളം വിടാം എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് ജനപ്രതിനിധികൾ ഉപരോധം അവസാനിപ്പിച്ചത്. പായിപ്ര പഞ്ചായത്തിന്റെ ഭാഗം വരുന്ന കനാലിൽ പാറക്കെട്ടുകളും കാടും കൂടുതലായതിനാലും കാടുകളിൽ നിരന്തരം പെരുമ്പാമ്പുകളെ കണ്ടുവരുന്നത് മൂലം ഈ ഭാഗം പെരിയാർ വാലി നേരിട്ടാണ് വൃത്തിയാക്കാറെന്നും ഇത്തവണ കനാൽ നന്നാക്കുന്നതിൽ വളരെ അനാസ്ഥയുണ്ടായെന്നും കാട് വെട്ടുന്നതിലും വൃത്തിയാക്കുന്നതിലും കൃത്യത ഉണ്ടായില്ലെന്നും മാത്രമല്ല വർക്ക് ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാകുകയും ചെയ്തുവെന്നും ഇതുമൂലം വെള്ളം കനാലിലെത്താൻ താമസിക്കുന്ന സമീപനമാണ് പെരിയാർ വാലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. വേനൽക്കാലത്ത് കനാലിൽ വെള്ളമെത്തിയാൽ മാത്രമേ തൃക്കളത്തൂർ കാവുംപടി ചിറയിൽ വെള്ളമെത്തൂ. ചിറയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് തൃക്കളത്തൂർ പമ്പ് ഹൗസിലെ പമ്പിംഗ് നടക്കുകയുള്ളൂ. നിലവിൽ ചിറയിൽ വെള്ളമില്ലാത്തതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി പായിപ്ര പഞ്ചായത്തിലെ 5 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. പലതവണ ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കാത്തതിനാലും മറ്റ് നടപടികൾ ഉണ്ടാകാത്തതിനാലുമാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായതെന്നും പരാതികളെല്ലാം കേട്ട എഞ്ചിനീയറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായതിനാലാണ് ഉപരോധം അവസാനിപ്പിക്കുന്നതെന്നും അല്ലാത്തപക്ഷം വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭമുണ്ടാകുമെന്നും MC വിനയൻ, സുകന്യ അനീഷ് എന്നിവർ പറഞ്ഞു. പെരിയാർ വാലി കനാലിൽ കഴിഞ്ഞ 1 മാസക്കാലമായി ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിൽ പായിപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്ത്, പ്രത്യേകിച്ച് തൃക്കളത്തൂർ പ്രദേശത്ത് ഒട്ടനവധി പാറക്കെട്ടുകളും അതുപോലെ തന്നെ കാടും കയറിയ ഭാഗമാണുള്ളത്. ആയതിനാൽ അതികഠിനമായ പെരുമ്പാമ്പിൻ്റെയും മറ്റ് ഇഴജന്തുക്കളുടെയും ശല്യമുള്ളതിനാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പെരിയാർ വാലി ഏറ്റെടുത്താണ്. പെരിയാർ വാലി കനാല് വൃത്തിയാക്കുന്ന ഭാഗം അവർ ഡയറക്റ്റാണ്, പെരിയാർ വാലി അതോറിറ്റിയാണ് ഇത് ഏറ്റെടുത്ത് ക്ലീനിങ് ഭാഗം ചെയ്തിരുന്നത്. ഇത് ഡിസംബർ മാസത്തിൽ വെള്ളം വിടുന്നത് ഇപ്പോൾ ജനുവരി 6-ാം തീയതി ആയിട്ടും വെള്ളം വിടാത്ത സാഹചര്യത്തിൽ ആ പ്രദേശത്ത് വളരെ അതികഠിനമായ കുടിവെള്ളക്ഷാമമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൃക്കളത്തൂർ കാവുംപടിയിലുള്ള ചിറയിൽ വെള്ളം നിറയുന്നതനുസരിച്ചാണ് അവിടെ നിന്നുള്ള പമ്പ് ഹൗസിലെ പമ്പിംഗ് നടക്കുന്നത്. അതിനെ ആശ്രയിച്ചാണ് മൂങ്ങാച്ചാൽ പ്രദേശം, അതുപോലെ തന്നെ ചാരപ്പാട് പ്രദേശത്തുള്ള 2 SC കോളനികളും അതോടൊപ്പം മക്കുന്നപ്പാറ, മുല്ലശ്ശേരിപ്പടി, വിളക്കുമറ്റം പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലും ജലം കയറി ചെല്ലുന്നത്. പക്ഷേ കഴിഞ്ഞ 10-15 ദിവസമായി തൃക്കളത്തൂർ ചിറയിൽ വെള്ളമില്ലാത്തതും കനാലിൽ വെള്ളം വിടാത്തതും മൂലം വളരെ ബുദ്ധിമുട്ടാണ് അവിടുത്തെ പ്രദേശവാസികൾ അനുഭവപ്പെടുന്നത്. പല തവണ ഈ ഓഫീസിലെ അധികാരികളെ, ഉദ്യോഗസ്ഥരെ, അവിടെ വരാറുള്ള പല ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ കൃത്യമായി മറുപടിയോ പറയാത്ത സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ജനപ്രതിനിധികൾ ഇവിടെ എത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.